രംഗൻ ചേട്ടൻ എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ആയത്? അണ്ണം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബന്ധുവിന്റെ ജ്യൂസ് ഇടയിൽ പാർട്ട് ടൈമായിട്ട് ജോലിക്ക് കയറി. അവിടെ അലമ്പുണ്ടാക്കാൻ റെഡിയായി നിൽക്കുന്ന ഗുണ്ടകൾ. രോമാഞ്ചത്തിനു ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന ഫഹദ് ഫാസിൽ ചിത്രം ആവേശം പ്രദർശനത്തിനെത്തി. തെന്നിന്ത്യൻ പ്രേക്ഷകർ ഏറെ ആവേശത്തോടെയും പ്രതീക്ഷയോടെയും കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണിത്. ബംഗളൂരു സ്വദേശിയായ രംഗ എന്ന അധോലോക നായകനെയാണ് ഫഹദ് ഫാസിൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ആവേശത്തിൽ ഫഫ എന്ന പേര് ഉപയോഗിച്ചതിനെപ്പറ്റി ഫഹദ് ഫാസിൽ പറയുന്നത് ഇങ്ങനെയാണ്. ആദ്യം സുഹൃത്തുക്കളാണ് അങ്ങനെ വിളിച്ചതെന്നും പിന്നീട് മറ്റുള്ളവരും അത് ഏറ്റെടുത്തെന്നും അദ്ദേഹം പറഞ്ഞു. അല്ലു അർജുന്റെ വരാനിരിക്കുന്ന ചിത്രമായ പുഷ്പ 2 ദ റൂളിന്റെ ഷൂട്ടിംഗ് തിരക്കിലായതിനാൽ ആവേശത്തിന്റെ പ്രൊമോഷൻ പരിപാടികൾക്ക് അധികമൊന്നും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സിനിമ നല്ലതാണെങ്കിൽ പ്രൊമോഷൻ കുറവാണെങ്കിലും ജനങ്ങൾ ഏറ്റെടുക്കും. സിനിമാ പ്രവർത്തകർ മാത്രമല്ല, മറിച്ച് സിനിമയാണ് പ്രേക്ഷകരോട് സംവദിക്കേണ്ടത്. കോമഡി, ആക്ഷൻ, ത്രില്ലർ തുടങ്ങി ഘടകങ്ങളടങ്ങിയ വ്യത്യസ്തമായ ചിത്രമായതിനാൽ പ്രേക്ഷകർ ചിത്രത്തെ ആവേശത്തോടെ സ്വീകരിക്കുമെന്നാണ് വിശ്വാസമെന്ന് ഫഹദ് ഫാസിൽ പറഞ്ഞു. രജനികാന്തിന്റെ വേട്ടയനിലും വടിവേലുവിന്റെ ഇതുവരെ പേരിടാത്ത 2 തമിഴ് സിനിമകളിലും ഹാസ്യ കഥാപാത്രങ്ങളെയാണ് താൻ അവതരിപ്പിക്കുന്നതെന്നും ഫഹദ് ഫാസിൽ സൂചിപ്പിച്ചു. എന്റർടൈൻമെന്റ് ഡെസ്ക്, ടൈം വി ന്യൂസ്.